നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൗണ്ട് ഇച്ചിരി കുറവാണ്. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. 2019 ഓഗസ്റ്റ് 31 പാലക്കാട് നെന്മാറ എന്ന ഗ്രാമം. പതിവ് പോലെ കുട്ടികളെ സ്കൂളിലേക്കും കോളേജിലേക്കും പറഞ്ഞയച്ച് വീട്ടുജോലികൾ തീർക്കുന്നതിൽ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു സജിത. ആളൊരു വീട്ടമ്മയാണ്. ഭർത്താവ് സുധാകരൻ രാവിലെ തന്നെ ജോലിക്ക് പോയിരുന്നു. 2 ദിവസമായി അടുത്ത വീട്ടിലെ ചെന്താമര എന്ന ആൾ ഒളിഞ്ഞും തെളിഞ്ഞും ഈ വീട്ടിലേക്ക് ശ്രദ്ധിക്കുന്നത് 2 പെൺകുട്ടികളുടെ അമ്മയായ ആ പാവം സ്ത്രീ ശ്രദ്ധിച്ചിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ആ വീട്ടമ്മ ചെറിയൊരു ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. ആ സ്ത്രീയുടെ കഴുത്ത് ലക്ഷ്യമാക്കി ഒരു കൊടുവാൾ ആഞ്ഞു വന്നത് അപ്പോൾ മാത്രമാണ് ആ സ്ത്രീ ശ്രദ്ധിച്ചത്. ആ ഒരു ആക്രമണം മതിയായിരുന്നു ആ വീട്ടമ്മയുടെ കഴുത്തെറ്റ് വേർപെടാനായിട്ട്. അവിടെ ഒരു കൊടും ക്രിമിനലിന്റെ ഒരു ക്രൂരമൃഗം പുറത്തു ചാടുകയായിരുന്നു. പാലക്കാട് നെന്മാറ സ്വദേശി 2019 49 വയസ്സുള്ള ചെന്താമര ആയിരുന്നു ആ ക്രൂരമൃഗം. ജ്യോത്സ്യത്തിൽ വളരെയധികം അന്ധമായി തന്നെ വിശ്വസിച്ചിരുന്ന ചെന്താമര ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോക്ക് പതിവായിരുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. എല്ലാവരിലും എന്ന പോലെ ജ്യോത്സ്യന്മാരിലും നല്ലവരും കപടന്മാരുമുണ്ട്. ഉദാഹരണം, ഒരു ഭാര്യ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിട്ടാൽ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് സമീപിച്ചെന്ന് കരുതുക. ഉടനെ ആ ജ്യോത്സ്യം പറയും ഭർത്താവിന്റെ വീട്ടുകാർ കൂടോത്രം അല്ലെങ്കിൽ ഒരു ദുർമന്ത്രവാദം നിങ്ങൾക്കായിട്ട് ചെയ്തു വന്നു. ഇനി ഭർത്താവിന്റെ പ്രശ്നത്തിന് ഭർത്താവിന്റെ വീട്ടുകാരോ ഭർത്താവ് തന്നെയോ ഈ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയാൽ അയാൾ പറയുക ഭാര്യയുടെ വീട്ടുകാർ ഇതേപോലെ ദുർമന്ത്രവാദമോ കൂടോത്രമോ ചെയ്തു വന്നായിരിക്കും. ഇതൊരു ട്രിക്കാണ്. അതുപോലെ ഒന്നാണ് ഇവർ പറയുന്ന ചില അടയാളങ്ങൾ. ഈ അടയാളത്തിനൂടെ പ്രസക്തിയുണ്ട്. ഇവർ പറയുന്ന ചില അടയാളങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കെട്ടി നിൽക്കുന്ന വെള്ളം അഥവാ കുളം പോലെ എന്തോ ഒന്ന്, അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളം അതായത് തോട് പോലെ എന്തോ ഒന്ന്, പുരയിടത്തിന്റെ മൂലയിൽ കായ്ഫലമില്ലാത്ത ഒരു തെങ്ങ്, പന്തലിച്ച് നിൽക്കുന്ന ഒരു മാവ് പെട്ടെന്ന് കരിഞ്ഞു തുടങ്ങുക. ഇതൊക്കെയാവും അവർ ചോദിക്കുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, കേരളം പോലൊരു സ്ഥലത്ത് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ പുരയിടത്തിൻ്റെയോ വീടിൻ്റെയോ പരിസരത്ത് നോക്കിക്കോളൂ. ഒരു കുളമോ മൂടിപ്പോയ തോടോ മൂടാതെ നിൽക്കുന്ന തോടോ ഉണ്ടാവും. അതുമാത്രമല്ല, കായ്ഫലമില്ലാത്ത ഒരു തെങ്ങെങ്കിലും ഒട്ടുമിക്കവാറും നമ്മുടെ പറമ്പിൻ്റെ അടുത്തുണ്ടാവും. ഒരു മാവ് അതെന്തായാലും മസ്റ്റായിട്ട് കേരളത്തിൽ ഉണ്ടാവും. അപ്പോൾ ഈ ചോദിച്ച അടയാളങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഇവരുടെ ഒരു ട്രിക്കാണിത്. ജ്യോത്സ്യത്തിൽ അന്ധമായി വിശ്വസിച്ചിരുന്ന ആളാണ് ചെന്താമര. ആളുകളെ വീഴ്ത്താൻ ജ്യോത്സ്യന്മാർ ഉപയോഗിക്കുന്ന ഈ ട്രിക്ക് തന്നെ ഏകദേശം ഈ ജ്യോത്സ്യനും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സംഭവകഥയിലേക്ക് വരാം. ജ്യോത്സ്യത്തിൽ അന്ധവിശ്വാസിയായിരുന്നു ചെന്താമര എന്ന് പറഞ്ഞല്ലോ. കയ്യിലിരിപ്പുണ്ടോ, അയാളുടെ കയ്യിലിരിപ്പുണ്ടോ എന്തോ മറ്റോ, അയാളുടെ ഭാര്യയും മകളും അയാളെ വിട്ട് താമസം മാറിപ്പോയി. അതിനുവേണ്ടി അയാൾ ഒരു ജ്യോത്സ്യനെ സമീപിച്ചു. കുറച്ച് നേരത്തെ ഗിമിക്കുകൾക്കൊക്കെ ശേഷം ചിലപ്പോൾ ഒന്ന് കവടി നിരത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മഷി നോക്കുന്നവരാണെങ്കിൽ വെത്തിലെടുത്ത് കുറച്ച് മഷി തെച്ചിട്ടുണ്ടാവും. അയാൾ പറഞ്ഞു തുടങ്ങി, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നീണ്ട തലമുടിയുള്ള ഒരു സ്ത്രീ നിങ്ങൾക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ട്. അതിനാൽ ആണ് നിങ്ങളുടെ ഭാര്യയും മകളും നിങ്ങളെ വിട്ടുപോയത്, അല്ലാതെ സ്വന്തം കയ്യിലിരിപ്പുണ്ടല്ല. ഉടനെ അയാൾ നീണ്ട തലമുടിയുള്ള പെണ്ണുങ്ങളുടെ ലിസ്റ്റ് എടുക്കാൻ തുടങ്ങി. എന്നാൽ മണ്ടനായതുകൊണ്ടാണോ അതോ ജന്മനാ മണ്ടത്തരം ഉള്ളതുകൊണ്ടാണോ പെണ്ണുങ്ങൾക്ക് നീണ്ട മുടിയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യമൊന്നും ഈ സൈക്കോപാത്തിന് ഓർമ്മിക്കേണ്ട കാര്യമേ ഇല്ല. ഭൂരിഭാഗം സ്ത്രീകൾക്കും നീണ്ട മുടിയാണ് എന്ന് ചിന്തിക്കാനുള്ള ബോധം ആ ഒരു ക്രൂരനായ സൈക്കോക്ക് ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ അയാളുടെ ചോരക്കൊതി അതിന് സമ്മതിച്ചില്ല. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയായിരിക്കും തൊട്ടടുത്തുള്ള ആൾക്കാർക്കെതിരെ വാളെടുക്കാനായിട്ട്. കൊലപാതകത്തിന് ശേഷം കാട്ടിനുള്ളിലേക്ക് ഒളിവിൽ പോയ പ്രതി കുറേ മണിക്കൂറുകൾക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ സഹോദരന്റെ വീട്ടിലെത്തിയപ്പോൾ മഫ്തിയിൽ ഒളിച്ചിരുന്ന പോലീസുകാർ പ്രതിയെ അന്ന് സാഹസികമായി കീഴ്പ്പെടുത്തി. പിന്നീട് വിചാരണ തുടങ്ങി. എങ്കിലും കോവിഡ് സമയമൊക്കെ വന്നാൽ വിചാരണ നീണ്ടുപോയി. 2022 മെയ് മാസത്തിൽ നെന്മാറ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ പ്രവേശിക്കരുത്, ഇരയുടെ കുടുംബത്തിലെ ഒരംഗവുമായി കാണരുത് എന്നിങ്ങനെയുള്ള കർശന ജാമ്യ വ്യവസ്ഥകളോടെ കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചു. 2023 ജാമ്യ അപേക്ഷയിൽ ഈ പ്രതി ഇളവ് തേടുന്നുണ്ട്. അപ്പോൾ ഈ ഇളവ് തേടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു ഡ്രൈവറാണ്. അപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ ആവശ്യമായിട്ട് എനിക്ക് പല സ്ഥലങ്ങളിലോട്ട് പോകേണ്ടി വരും. ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പ്രതി ഇളവ് തേടുന്നത്.
അപ്പോൾ കൃത്യം നടന്ന് ഇത്രയും കാലമായി. പിന്നെ ആളുടെ പ്രായമൊക്കെ പരിഗണിച്ചിട്ടുണ്ടാവണം കോടതി. പിന്നെ വാദങ്ങൾ പരിഗണിച്ചിട്ടുണ്ടാവണം. പിന്നെ പോലീസിലുള്ള വിശ്വാസം കൊണ്ട് എന്തായാലും കോടതി എന്ത് ചെയ്തു? നെന്മാറ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് എന്നുള്ളത് മാറ്റി നെന്മാറ പഞ്ചായത്ത് നാക്കി കൊടുത്തു. ഇത് വളരെയധികം അപകടം ചെയ്ത ഒരു ജാമ്യ വ്യവസ്ഥയിലെ ഒരു കീഴടങ്ങലായിരുന്നു. എന്താ പറയുക, പ്രതിക്ക് മുന്നിൽ നമ്മുടെ നിയമവ്യവസ്ഥ കീഴടങ്ങിയതിന് തുല്യമായി പോയി. പക്ഷെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നിങ്ങനെയുള്ള ശക്തമായ തത്വങ്ങൾ പിന്തുടരുന്ന നിയമ സംവിധാനമാണ് നമ്മുടേത്. പക്ഷെ ഇത് എന്തോ കാരണം കൊണ്ട് സംഭവിച്ചു പോയി. നെന്മാറ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് എന്നുള്ളത് നെന്മാറ പഞ്ചായത്തായി പുതുക്കി നൽകി എന്ന് പറഞ്ഞല്ലോ. എന്നിട്ടും പ്രതി നെന്മാറ പഞ്ചായത്ത് പ്രതിയുടെ വീട്ടിൽ തന്നെ, അതായത് ഇവരുടെ തൊട്ടടുത്താണ് ഈ പ്രതിയുടെ വീട് വരുന്നത്. സജിതയുടെ മരണപ്പെട്ട സജിതയുടെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട സജിതയുടെ തൊട്ടടുത്താണ് ഇയാളുടെ വീട് വരുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഈ പഞ്ചായത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവും ഇയാൾ ലംഘിച്ചു. ഇയാൾ സ്വന്തം വീട്ടിൽ വന്ന് സുഖമായിട്ട് താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ഇവർക്ക് കാണാവുന്ന ദൂരത്തിലാണ്. ഉടനെ തന്നെ ഈ സജിതയുടെ ബന്ധുക്കൾ, ഈ ഭർത്താവും കാര്യങ്ങളൊക്കെ തിരിച്ച് പരാതി കൊടുത്തു. മക്കളൊക്കെ പരാതി കൊടുത്ത് സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കുന്നുണ്ട് ഇയാളെ. വിളിപ്പിച്ചെങ്കിലും പോലീസ് സ്ട്രിക്റ്റ് ആയിട്ടൊരു ആക്ഷൻ എടുക്കാൻ അവിടെ വിട്ടുപോയി. കാരണം കോടതി പറയുകയാണ് നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുത്. പിന്നീട് പ്രവേശിച്ചാൽ അത് കോടതി വിധിയുടെ എന്താ പറയുക ഒരു ലംഘനമായിട്ടൊക്കെ, അത് വലിയൊരു കുറ്റകൃത്യമാണത്. എന്നിട്ട് പോലും പോലീസ് നേരെ പോലീസിന് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. നേരെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിപ്പോർട്ട് സമർപ്പിച്ച് ആളെ നേരെ കയറ്റി അയക്കാവുന്നുള്ളൂ ജയിലിലോട്ട്. പക്ഷെ എന്തോ ഒന്ന് പോലീസ് അന്നത് ചെയ്തില്ല. പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടും ഒരു കാര്യം ഉണ്ടായില്ല. ഇനി ആ വീട്ടിൽ ബാക്കിയുള്ളത്, സജിത പോയി, ബാക്കിയുള്ളത് സുധാകരന്റെ അമ്മ 75 വയസ്സുള്ള ലക്ഷ്മിയാണ്. ആ അമ്മയും 2 പെൺകുട്ടികൾ. ആ 2 പെൺകുട്ടികൾ ഉണ്ടെങ്കിലും ഈ മൂത്ത മകൾ അഖില, രണ്ടാമത്തെ മകൾ പിന്നെ ഉള്ളത്. അതിൽ മൂത്ത മകൾ അഖിലയെ വടക്കാഞ്ചേരിയിലോട്ട് കല്യാണം കഴിച്ച് വിട്ടേക്കാണ്. ഇളയ മകളുടെ പേര് അതുല്യ എന്നാണ്. ഈ അതുല്യ ആലത്തൂര് ഗുരുകുലം കോളേജിൽ BCom വിദ്യാർത്ഥിനിയാണ്. ജനുവരി 27 തിങ്കളാഴ്ച ക്ഷേമനിധി അടയ്ക്കുന്നതിനായിട്ടാണ് നെന്മാറ ടൗണിലോട്ട് സുധാകരൻ പുറപ്പെട്ടത്. അപ്പൊ ക്ഷേമനിധി അടയ്ക്കാൻ പോകുന്നതിന് ആ ടൈമിൽ തന്നെയാണ് മകളെയും അദ്ദേഹം കാണാറ്. കാരണം ഈ മൂത്ത മകൾ അഖില ഇങ്ങോട്ട് വരാറില്ല, പേടിച്ചിട്ട്. അപ്പോൾ അച്ഛൻ അവിടെ പോയാണ് കാണാറ് പതിവ്. നെന്മാറയെ വെച്ചാണ് ഇവർ തമ്മിൽ കാണാറ്. അപ്പോൾ മകളെ കാണാൻ വേണ്ടിയാണ് പുറപ്പെട്ടത്. അഖില ഇങ്ങോട്ട് വരാറില്ല. ഈ സുധാകരൻ തിരുപ്പൂരിൽ ഒരു വണ്ടി ഓടിക്കുകയാണ്. ഒരു ടെക്സ്റ്റൈൽ കമ്പനിയുടെ ഒക്കെ ഒരു വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ലീവ് കിട്ടുന്നത് സാധാരണ ഞായറാഴ്ചയാണ്. പക്ഷെ ക്ഷേമനിധി അടയ്ക്കേണ്ട കാരണം അദ്ദേഹം തിങ്കളാഴ്ച ലീവാക്കിയതായിരിക്കണം. അങ്ങനെ സുധാകരൻ വീട്ടിൽ നിന്നിറങ്ങി ഒരു 10-15 മീറ്റർ പിന്നിട്ടിട്ടുണ്ടാവും ഒരു കൊടുവാള്. അതിനുവേണ്ടി ഇയാൾ സ്പെഷ്യലായിട്ട് പണിയിപ്പിച്ച കൊടുവാളാണ്. കാരണം വടി വെച്ച് കെട്ടാൻ പാകത്തിൽ, വടി വെച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാകത്തുള്ള ഒരു കൊടുവാള് ഇയാൾ കയ്യിൽ കരുതിയിരുന്നു, ഈ ചെന്താമര. ഇതുപയോഗിച്ചിട്ട് ഇയാളെ വെട്ടുകയാണ്, നമ്മുടെ സുധാകരനെ വെട്ടുകയാണ്. അപ്പോൾ ഈ വടി വെച്ച് പിടിപ്പിച്ച ഒരു ഗുണമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീട്ടം കൂടുന്തോറും വെട്ടലിൻ്റെ ഒരു ആഘാതവും കൂടും. ലിവറേജ് എന്നൊക്കെ പറയില്ല നമ്മൾ. അതേപോലെ നീട്ടം കൂടുതലും അറ്റത്ത് വെയിറ്റും കൂടി വരുമ്പോൾ വെട്ടിൻ്റെ ആഘാതം കൂടും. ഉടനെ തന്നെ ഈ സുധാകരൻ്റെ കരച്ചിൽ കേട്ടിട്ട് 75 വയസ്സുള്ള ആ അമ്മ ഓടി വരികയാണ്. ഉടനെ തന്നെ ഈ ഒരു ക്രൂരനായ സൈക്കോപാത്ത് ആ അമ്മയെയും വെട്ടുകയാണ്. സുധാകരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുന്നുണ്ട്. സുധാകരൻ്റെ അമ്മ ലക്ഷ്മി അമ്മ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേയും മരിച്ചു. തുടർന്ന് കാട് കയറിയാണ് ചെന്താമര. ഇയാൾക്ക് ഈ കാട് മൊത്തത്തിൽ പരിചയമാണ്. അപ്പോൾ ഒരുവിധം ആദ്യം പോയതും ഈ കാട്ടിലേക്കാണ്. ആദ്യത്തെ കേസിൽ, സജിതയുടെ കേസിൽ ഇയാൾ പോയത് കാട്ടിലേക്കാണ്. അപ്പോൾ രണ്ടാമതും ഇയാൾ ഈ നെല്ലിയാമ്പതി കാട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ കാട്ടിൽ കയറിയ ഇയാൾ കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെ പോലീസിന്റെ സ്പെഷ്യൽ ഫോഴ്സ്, പ്രത്യേകിച്ച് ആന്റി നക്സൽ ഫോഴ്സ് ഉണ്ട് പോലീസിന്. ഇവർക്കാണെങ്കിൽ കാട്ടിൽ നല്ല ശീലമാണ്. ഇവർക്ക് കാട്ടിൽ കഴിഞ്ഞ ശീലമാണ്, കാട്ടിൽ ചേസ് ചെയ്ത ശീലമാണ്. കാട് ഇവർക്ക് പരിചിതമാണ്. അപ്പോൾ കാട് പരിചിതമല്ലാത്ത പോലീസുകാർക്കൊന്നും അവിടെ കയറാൻ പറ്റില്ല. അങ്ങനെ കാട് പരിചിതമായിട്ടുള്ള പോലീസുകാരെ വിളിച്ചു. പ്ലസ് അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള നാട്ടുകാരുടെ ഒരു ടീം രൂപീകരിച്ചു. അതുകൂടാതെ പോലീസിന്റെ ഡ്രോൺ സൈന്യവും വന്നു.
അപ്പൊ പോലീസിന്റെ ഒരു ഡ്രോണിന്റെ ഒരു സൈന്യം തന്നെയുണ്ട് പോലീസിന്. സൈന്യം എന്ന സംഘം നമുക്ക് എന്ത് വേണേലും വിളിക്കാം. ഇവരൊക്കെ കൂടി ഈ ഒരു കാട്ടിൽ തിരച്ചിൽ തുടങ്ങി. പിടിയിലായതിനു ശേഷം ചന്താമര പറഞ്ഞത് പോലീസിന്റെ ഡ്രോൺ കാണുമ്പോൾ ഇയാൾ മരത്തിന്റെ ചോട്ടിൽ ഒളിച്ചിരുന്നു. പല ഘട്ടങ്ങളിലായി ഇയാൾ പോലീസിന്റെ സംഘത്തിന്റെ അടുത്തുകൂടി, അതായത് പോലീസ് സംഘം തൊട്ടടുത്തുകൂടി ഇയാൾ പാസ് ചെയ്ത് പോയി. അപ്പോൾ അത്രയും ഇയാൾ കാട്ടിൽ കഴിയാൻ എക്സ്പെർട്ട് ആയിരുന്നു എന്നാണ് കരുതാൻ. നാട്ടുകാരുടെ സംഘത്തെയും ഇയാൾ കണ്ടു. മാത്രമല്ല ഇയാൾ ഒരു കാട്ടാനയുടെ മുന്നിൽ പെടുകയുണ്ടായി. എന്തോ കാട്ടാനയ്ക്ക് പോലും അയാൾ തൊടാൻ അറപ്പായതുകൊണ്ടായിരിക്കാം അയാൾ രക്ഷപ്പെട്ടത്. അങ്ങനെ തന്നെ പറയാൻ സാധിക്കും. ഒരു കുടുംബത്തെ ഒന്നടങ്കം തീർക്കാൻ അയാൾ പ്ലാൻ ഇട്ടത്. കൈ കിട്ടിയ ആളുകൾ തീർത്തു തുടങ്ങി. പോലീസ് ഉടനെ തിരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ പോലീസ് ഒരു വിവര ശേഖരണം തുടങ്ങി. അതിൽ നിന്നും ഇയാളുടെ അനിയനിൽ നിന്നൊരു വിവരം ലഭിച്ചു. ഈ ആൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. ഇയാൾക്ക് എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണയും സജിതയ്ക്ക് വന്നിട്ട് ഇയാൾ ഭക്ഷണം കഴിക്കാനായിട്ട് അനിയൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് പോലീസ് പിടിച്ചത്. പോലീസ് ഉടനെ തന്നെ ഒരു കാര്യം ചെയ്തു. ഇയാൾ മലമുകളിൽ നിന്നെല്ലാം കാണുന്നുണ്ടെന്ന് പോലീസിന് സംശയം ഉണ്ടായിരുന്നു. ഉടനെ പോലീസ് ഈ തിരച്ചിലൊക്കെ നിർത്തിയ ഒരു പ്രതീതി ഉണ്ടാക്കി. പോലീസുകാരൊക്കെ പിൻവലിച്ചു. ജസ്റ്റ് ആ തിരച്ചിലൊക്കെ നിർത്തി ഈ അതിർത്തികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ 36 മണിക്കൂറിന് ശേഷം ഇയാൾ കാടിറങ്ങി സ്വന്തം അനിയൻ്റെ വീട്ടിലോ സഹോദരിയുടെ വീട്ടിലൊക്കെ വരുമെന്നാണ് പോലീസ് കരുതിയിരുന്നത്. എന്നിരുന്നാൽ കൂടി ഇയാളെ സ്വന്തം വീട്ടിലും പോലീസ് മഫ്തിയിൽ ഒളിച്ചിരുന്നു. ഇയാൾ നേരെ ചെന്ന് കയറിയത് സ്വന്തം വീട്ടിലോട്ടാണ്. അതും മഫ്തിയിലുള്ള പോലീസുകാരെ കയ്യിലേക്കാണ് ചെന്ന് കയറിയത്. അവിടെ നിന്നും ഇയാളെ രക്ഷപ്പെടാനോ കുതിറി ഓടാനൊക്കെ ഇയാൾ ശ്രമിച്ചിരുന്നു. എന്നിരുന്നാൽ പോലും പോലീസുകാരും നാട്ടുകാരും കൂടി ഓടിച്ചിട്ട് ഇയാളെ പിടിച്ചു. ഏതൊരു സൈക്കോപാത്തിനും ഒരു പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഒരാളെ കൊല്ലാനായിട്ട്. ചിലപ്പോൾ ഇവരുടെ മനസ്സിൽ തന്നെ ഇവരൊരു ശത്രുവിനെ സങ്കല്പിക്കും. അല്ലെങ്കിൽ ഇയാളെ മനസ്സിൽ തന്നെ ഇയാൾ ഇന്ന ആളാണെന്ന് കരുതും. ചിലപ്പോൾ ചില അവതാര പുരുഷന്മാരായിരിക്കാം, ചിലപ്പോൾ സിനിമയിലെ നായകനായിരിക്കാം, വില്ലനായിരിക്കാം. ഇയാൾ സ്വയം കരുതിയിരുന്ന ഇയാളൊരു കടുവയാണെന്നാണ്. കടുവയെ പോലെ കുതിച്ചു പായാനും ഇരയെ ആക്രമിക്കാനും കടിച്ചു കീറാനും കഴിയുമെന്നാണ് ഇയാൾ വിശ്വസിച്ചിരുന്നത്. ഇത് തന്നെ ഇയാൾ പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇയാൾ കുറച്ച് പണിയൊക്കെ ഒപ്പിച്ച് വെച്ചിരുന്നു വീട്ടിൽ. ഇയാൾ വിഷക്കുപ്പി തുറന്നിട്ട് മൂടി മാറ്റി വെച്ചിരുന്നു. പോലീസ് ഇയാൾ വിഷം കഴിച്ചു എന്ന് കരുതിക്കോട്ടെ എന്ന് കരുതിയിട്ട്. എന്തായാലും ആ വലയിലൊന്നും പോലീസ് വീണില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഇയാളെ കൊണ്ടുവരുന്ന സമയത്ത് നാട്ടുകാർ സ്വാഭാവികമായിട്ട് വയലൻ്റ് ആവും. കാരണം ഇത്രയൊരു പ്രതിന ജാമ്യവ്യവസ്ഥയൊക്കെ ലംഘിച്ച് സ്വന്തം വീട്ടിൽ കഴിഞ്ഞ പ്രതിന ഇവർ പരാതി കൊടുത്തിട്ടും ഒന്നും ചെയ്യാതിരുന്ന പോലീസുകാർക്കെതിരെ ചെറിയൊരു രീതി പ്രതിഷേധം ഉണ്ടായി. നാട്ടുകാർ ഇവരോട് ആവശ്യപ്പെട്ടത് പ്രതിയെ ഞങ്ങൾക്ക് കാണണം, ഞങ്ങൾക്ക് വിട്ടു തരണം എന്നാണ്. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ വെച്ച് അങ്ങനെ ഒരു കാര്യമൊക്കെ അസംഭവ്യമാണ്. ആ ഒരു പ്രശ്നം നാട്ടുകാർ പെട്ടെന്നുള്ള ഒരു ക്ഷോഭത്താൽ ഉണ്ടായതാണ്. അതിനെതിരെ ഇപ്പോൾ പോലീസ് കേസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യം നാട്ടുകാർ ആവശ്യപ്പെട്ടത് സംഭവിക്കാത്ത കാര്യമാണ്. അങ്ങനെ പോലീസിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇൻ കേസ് പോലീസിൻ്റെ തന്നെ അവർ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ SHO ഉൾപ്പെടെ ഉത്തരം പറയേണ്ടി വരും. ആരാണോ അറസ്റ്റിന് നേതൃത്വം നൽകിയത് അവരും ആ പോലീസുകാരും നിയമ നടപടിക്ക് വിധേയരാകും. അതിൻ്റെ പേരിൽ തന്നെ ഒരു ആൾക്കൂട്ടത്തിന്, ആ ഒരു സംഘത്തിന് അവരെ വിട്ടുകൊടുക്കാനുള്ള കാര്യമൊന്നും നടപ്പുള്ള കാര്യമല്ല. അത് ഇനി എത്ര കൊല ചെയ്താലും നടപ്പുള്ള കാര്യമല്ല. കോടതിയിൽ ഹാജരാക്കിയ പ്രതി തന്നെ 100 വർഷം ശിക്ഷിച്ചോളാനാണ് പറഞ്ഞത്. അതിനു മുമ്പ് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ സ്വന്തം ഭാര്യയെയും മകളെയും മരുമകനെയും കൊല്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഇയാൾ പോലീസിനോട് തുറന്നു പറഞ്ഞ കാര്യമാണിത്. ഇത്രയും ക്രൂരനായ ഒരു സൈക്കോപാത്തിനെ ഇനിയും തുറന്നു വിടുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. കാരണം ആദ്യം ഒരു കൊല ചെയ്തു, ഫുള്ള് തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും വിചാരണ നീണ്ടുപോയി. കോടതിയിൽ വിചാരണയ്ക്ക് എത്തിയാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഇയാൾക്ക് ജാമ്യം കൊടുത്തതാണ്. അത് എന്തോ ഒരു കാരണം കൊണ്ട് ജാമ്യം കൊടുത്തുപോയി കോടതിയിൽ ഫുള്ള് സാക്ഷി, തെളിവ് ഇത് മാത്രമാണ് അടിസ്ഥാനം. എന്നാൽ മാത്രമേ കോടതിക്ക് ശിക്ഷിക്കാനാവൂ. ഒരാളുടെയും വാക്ക് കേട്ട് ശിക്ഷിക്കാനാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നിരുന്നാൽ പോലും ഈ ഒരു കേസിൽ ഇതൊരു വല്ലാത്തൊരു നമുക്കൊരു വിഷമമുണ്ടാക്കുന്നൊരു കാര്യമായി പോയി. ഇനി ആ കുടുംബത്തിൽ 2 പെൺകുട്ടികൾ അനാഥരാണ്. അവർക്ക് അച്ഛനുമില്ല, അമ്മയുമില്ല, അച്ഛമ്മയുമില്ല.
അവർക്കും ഇനി ഇയാൾ പുറത്തിറങ്ങിയാൽ അവരുടെ ജീവന് ഭീഷണി ഉണ്ടാവും. ഇനി എല്ലാം കോടതിയുടെ കയ്യിലാണ്. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ ദൈവത്തിന് തുല്യമായി തന്നെ കാണുന്ന ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഭൂരിഭാഗം ജനങ്ങളും കോടതിയെ ഒരു അമ്പലമായി, കോടതി ജഡ്ജിയെ ഒരു ദൈവമായി കണക്കാക്കുന്ന ജനങ്ങളുള്ള നാട് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ കോടതിയിലെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഈ ഒരു അടിസ്ഥാനത്താലാണ് വിചാരണയ്ക്ക് പ്രൊസീജിയർ വൈകുമ്പോൾ ഇവർക്ക് ജാമ്യം കൊടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ പോലീസ് അന്നൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഈ ക്രൂരകൃത്യം തടയാമായിരുന്നു. ഇനി എല്ലാം കോടതിയുടെ കയ്യിലാണ്. ഇനി വാർത്തകൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.